Hey there guys, welcome back to Technologics. നമ്മളിന്നലെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ 24,000 ഹെവി ആയിട്ടൊരു സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് വീണ്ടും ഉയരങ്ങളിലേക്ക് തന്നെ പോയി. പക്ഷേ ഇന്നലത്തെ ട്രേഡിംഗ് സെക്ഷനിൽ എക്സ്ട്രാ ഡേയ്സ് ഹൈ ബ്രോക്ക് ചെയ്യാനായിട്ട് തന്നെ സാധിച്ചിട്ടില്ല. എനിവേ അത് വരും ദിവസങ്ങളിൽ ബ്രോക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ആർ ഹൈ ആണ്. ബിക്കോസ് ഇന്നത്തെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നോക്കിക്കേ, അതും ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയിട്ട് അപ്സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡൗവിൽ ചെറിയ മൊമെൻറ്റം, ചെറിയൊരു നെഗറ്റീവ് ന്യൂസ് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ട്രെൻഡ് ലൈൻ ഉണ്ട് ഡൗവിൽ, അതൊന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ബ്ലാസ്റ്റിംഗ് മൊമെൻറ്റം അതിൽ കാണാൻ പറ്റും. നമുക്ക് ബ്ലാസ്റ്റിംഗ് മൊമെൻറ്റം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു നെക്സ്റ്റ് ലെവലിലോട്ട്, അതായത് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 40,000 എന്ന് പറഞ്ഞൊരു റെസിസ്റ്റൻസ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ 40,000, 40,300, 40,500 ലെവലിലോട്ട് വീണ്ടും അതും മുകളിലോട്ട് പോകാനായിട്ടുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഡേ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് തന്നിരിക്കുന്നത്, എന്നാലും ഒരു നെഗറ്റീവ്നെസ് ഉണ്ട്. ബിക്കോസ് ഈ ഒരു ലെവല് 53,000 നല്ലൊരു റെസിസ്റ്റൻസ് എടുക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ നിഫ്റ്റിയിലോ ബാങ്ക് നിഫ്റ്റിയിലോ പ്രോബബിലിറ്റി കൂടുതലുള്ളത് എന്ന് വെച്ചാൽ, ട്രേഡിങ്ങിൻ്റെ പ്രോബബിലിറ്റി കൂടുതലുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ബാങ്ക് നിഫ്റ്റി തന്നെയാണ്. രാവിലെ ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്നൊരു ഹയർ ഹൈ ഫോർമേഷനിൽ മാർക്കറ്റ് അപ്സൈഡ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും ഒരു ബോക്സ് പാറ്റേണിൻ്റെ ലെവലിൽ അത് ഒത്തിരി നേരം ട്രേഡ് ചെയ്തതിന് ശേഷം ബ്രോക്കായി അവിടെ നിന്ന് ബയേഴ്സിനെ ട്രാപ്പ് ചെയ്ത് വീണ്ടും താഴോട്ടാണ്. അപ്പോൾ ഇതിനകത്തൊരു ഈ ഒരു റിലവൻ്റ് ആയിട്ടുള്ള ഏരിയയിൽ ട്രേഡ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ട്രേഡ് ചെയ്യുമ്പോഴേക്കും ഹൈ ക്വാണ്ടിറ്റീസ് ആവറേജ് ചെയ്ത് ഹൈ ക്വാണ്ടിറ്റീസിൽ എത്താൻ നോക്കുക. സിംഗിൾ ട്രേഡിൽ ഹൈ ക്വാണ്ടിറ്റി ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഫുൾ ക്വാണ്ടിറ്റി ഇറക്കാതെ ആവറേജ് ചെയ്ത് ഇറക്കാൻ നോക്കുക. രണ്ട് സൈഡ് ആവറേജ് ചെയ്യുക. പ്രോഫിറ്റ് വരുമ്പോഴും ആവറേജ് ചെയ്യുക, അതുപോലെ തന്നെ നെഗറ്റീവ് സൈഡ് പോകുമ്പോഴും ആവറേജ് ചെയ്യുക. പെർട്ടിക്കുലർ ലെവലിന് ശേഷം നമുക്ക് സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്ത് എക്സിറ്റ് ചെയ്യുക. ഇങ്ങനെ തന്നെ ചെയ്യുക. അല്ലാതെ നെഗറ്റീവിലോട്ട് പോകുമ്പോൾ മാത്രം ആവറേജ് ചെയ്യാൻ നോക്കണ്ട. പോസിറ്റീവിലോട്ട് പോകുമ്പോഴും പിരമിഡിങ്ങും കൂടെ ചെയ്യുക കേട്ടോ. അടുത്ത പ്രീമിയം ചാർട്ട് നോക്കുമ്പോഴേക്കും ബൈ സൈഡിലാണ്, സൈഡിലാണ് പ്രീമിയം കൂടുതൽ. സോ ബാങ്ക് നിഫ്റ്റിയിലും പോസിബിളാണ്, നിഫ്റ്റിയിലും പോസിബിളാണ്. പ്രീമിയം ചാർട്ട് കൺസിഡർ ചെയ്യുമ്പോഴേക്കും നമുക്കതൊരു നെഗറ്റീവ് സൈഡിലോട്ട് ട്രേഡ് നടക്കാനായിട്ടുള്ള പ്രോബബിലിറ്റി ഉണ്ടെങ്കിലും ഗ്ലോബൽ മാർക്കറ്റിൽ FIIസിൻ്റെ ആക്ടിവിറ്റി കൂടുതലാണ്. അവർ ക്രോഡ്സ് പുഷ് ചെയ്യുകയാണ് ഇന്ത്യൻ മാർക്കറ്റിലോട്ട്. ലെവൽസ് വാച്ച് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ട്രേഡ് എടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വിങ് ഹൈ 52,700 റേഞ്ചിലോട്ട് നല്ല റെസിസ്റ്റൻസ് കിടപ്പുണ്ട്. സ്വിങ് ഹൈയിലോട്ട് ഓക്കെ കണ്ടോ, ഈ ഒരു റേഞ്ചിലോട്ട് നല്ലൊരു റെസിസ്റ്റൻസ് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഫ്യൂച്ചേഴ്സ് ചാർട്ടിൽ നോക്കാം. ഫ്യൂച്ചർ ചാർട്ടിൽ ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇന്നലെ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ, രാവിലത്തെ ക്യാൻഡിൽസിന് രണ്ട് കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നെഗറ്റീവ് ക്യാൻഡിൽസ് വോളിയത്തിൽ ട്രേഡ് ആയിട്ടുണ്ട്. പിന്നീടുള്ള ട്രേഡുകളൊന്നും ഒറ്റ ഒരു ക്യാൻഡിൽ പോലും വോളിയം പോപ്പ് ആയിട്ടില്ല. വോളിയത്തിൽ ഏതെങ്കിലും ലെവൽസ് ബ്രീച്ച് ചെയ്യുമ്പോൾ മാത്രമേ റിലവൻസ് ഉണ്ടാവൂ. തൊട്ടടുത്തുള്ള കൺസിക്യൂട്ടീവ് ട്രേഡിംഗ് സെക്ഷനിൽ ആ പോയിന്റ് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് വോളിയത്തിൽ കൂടെ ട്രേഡ് നടക്കണം. എങ്കിലേ നല്ലൊരു റെസിസ്റ്റൻസോ സപ്പോർട്ടായിട്ട് അത് ആക്ട് ചെയ്യാനായിട്ടോ ചാൻസ് ഉള്ളൂ. ഇൻ കേസ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ ട്രേഡ് എടുക്കേണ്ട താല്പര്യമാണെങ്കിൽ അതിനകത്ത് ഇടയ്ക്കൊരു ടൈമിൽ നമുക്ക് ടു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽസ് ഫോം ആയിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ 2 ക്യാൻഡിൽ തിയറിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഗൈസ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.